നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുവേഫ യൂറോ കപ്പിലെ ആദ്യത്തെ മത്സരത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വമ്പന്മാരായ പോർച്ചുഗൽ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ മികച്ച വിജയം നേടിക്കൊണ്ടാണ് പോർച്ചുഗൽ ഇപ്പോൾ വരുന്നത്. അയർലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു മത്സരത്തിൽ തിളങ്ങിയിരുന്നത്. 2 മികച്ച ഗോളുകൾ മത്സരത്തിൽ സ്വന്തമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു. യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക്കാണ്. ഈ ഒരു മത്സരം ജൂൺ 18-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുക. ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് കഴിഞ്ഞ ദിവസം പോർച്ചുഗൽ നടത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല, വലിയ ഒരു ആരാധക കൂട്ടമായിരുന്നു ഈ ഒരു ട്രെയിനിങ് വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഏകദേശം 8000-ഓളം ആരാധകർ പോർച്ചുഗലിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. അതിന് കാരണം മറ്റാരുമല്ല, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് കാണാൻ പോലും വലിയ രൂപത്തിലുള്ള ഒരു ആരാധക കൂട്ടം എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, 6000-ഓളം ഫ്രീ ടിക്കറ്റുകളായിരുന്നു. പക്ഷെ പല ടിക്കറ്റുകളും ബ്ലാക്ക് മാർക്കറ്റിലായിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഏകദേശം ഇന്ത്യൻ രൂപ 70,000 രൂപയോളം വരുന്ന ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും പലവിധ അനിഷ്ട സംഭവങ്ങളും ഈ ഒരു ട്രെയിനിങ്ങിനിടെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10ഓളം ആരാധകർ ഈ ഒരു ട്രെയിനിങ്ങിന്റെ പലവിധ സമയങ്ങളിലായിക്കൊണ്ട് മൈതാനത്തേക്ക് അതിക്രമിച്ച് കയറിയിരുന്നു. പല ആരാധകരും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ഇതിനിടെ ഒരു ആരാധകനെ പോർച്ചുഗീസ് ഗോൾ കീപ്പറായ ഹൊസേസ ടാക്കിൾ ചെയ്ത് വീഴ്ത്തിയതും ശ്രദ്ധേയമായി എന്നതാണ്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ ഒരു യുവേഫ യൂറോ കപ്പിന്റെ ഏറ്റവും വലിയ ആകർഷണം. നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന് ആ ഒരു ഗോൾഡൻ ബൂട്ട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.